മാഗ്നസ് എറിക്സൺ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന IFT ന്യൂസ് മീഡിയയാണ്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം സ്വീഡിഷുകാരനാണ്, നമ്മുടെ കോച്ച് സ്വീഡിഷുകാരനാണ്. സോ സാധ്യതകൾ ഉണ്ടെന്ന് തന്നെ പറയണം. അതുമാത്രമല്ല, അദ്ദേഹം നേരത്തെ പരിശീലിപ്പിച്ച സാൻജോസ് എന്ന് പറയുന്ന ക്ലബ്ബിലും ഇദ്ദേഹം ഭാഗമായിരുന്നു. ആ ഒരു ക്ലബ്ബിന് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സോ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ വേണമെങ്കിൽ മീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയർ തന്നെയാണ്. മാർക്കറ്റ് വാല്യൂ അതാണ് 4 കോടിയുണ്ട്. പിന്നെ സ്വീഡനിലാണ്, യൂറോപ്പിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഫസ്റ്റ് ടയറിലുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സോ അത്രയും വലിയൊരു ലെവലിൽ നിന്ന് അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമോ എന്നുള്ളതാണ് വിഷയം. പിന്നെ നമ്മുടെ കോച്ചുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വന്നു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും കളിക്കും, അതുപോലെ സെൻട്രൽ മിഡ്ഫീൽഡറുമായിട്ടും കളിക്കും. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം സ്വീഡന് വേണ്ടി 4 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വീഡൻ്റെ യൂത്ത് ടീമിന് വേണ്ടിയും അദ്ദേഹം ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ പുതിയ കോച്ച് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്ന കോച്ചാണ്. സോ അദ്ദേഹത്തിൻ്റെ കൂടെ നേരത്തെ കളിച്ചൊരു താരം, സോ അദ്ദേഹത്തിന് പരിചയമുള്ള താരം, അദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് വരുന്ന താരം. സോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എറിക്സണിന് വലിയ ചാൻസാണുള്ളത്.